എവ്രിവൺ, ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്ന ന്യൂസ്, ദാറ്റ് ഈസ് പെട്ടെന്ന് കിട്ടാൻ പോകുന്ന ന്യൂസ് എന്താണ്. ഓക്കെ, എന്ത് വിവരമാണ് പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത്. പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഫ്രം 3 to 5 days ആസ് വെൽ ആസ് 3 to 1 week. ഓക്കെ, 15 days വരെയുള്ള ഒരു ഗ്യാപ്പാണ് കൊടുക്കാൻ പോകുന്നത്. 15 days. ഓക്കെ, സോ എപ്പോൾ ഈ വീഡിയോ കാണുന്നോ അതിൽ നിന്ന് 3, 5, 7 അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ കിട്ടാൻ പോകുന്ന ഒരു ന്യൂസ് എന്താണ് പ്രേക്ഷകർക്ക് വരാൻ പോകുന്നത്. ഓക്കെ, പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്. പ്രേക്ഷകർ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച്, ഓക്കെ, ദർ ആർ 2 cards. ഓൾ റൈറ്റ്, ഫസ്റ്റ് തിങ് പറയാം. പ്രേക്ഷകർ പാർട്ട്ണർഷിപ്സിനെ കുറിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നിങ്ങൾ ചെയ്യുന്ന ജോലി, ഇഫ് നിങ്ങൾ ഓൺലൈൻ ബിസിനസ് ഓർ ഓഫ്ലൈൻ ബിസിനസ് ഓർ കരിയർ, ഓക്കെ, അവിടെ ഒരു സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പാണ്. ബിക്കോസ് ഈ വരുന്ന പാർട്ട്ണർ നിങ്ങളെ വളരെയധികം സഹായിക്കും. മാർക്കറ്റിംഗ് എക്സ്പെർട്ടീസ് ഇല്ലാത്ത പ്രേക്ഷകർക്ക് മാർക്കറ്റിംഗ് എക്സ്പെർട്ടീസ് ഉള്ള ഒരു പാർട്ട്ണറായിരിക്കും ലഭിക്കുന്നത്. ഓർ ഇൻ്റലിജൻസ് വൈസ് നിങ്ങൾ വളരെ നല്ലതാണ്, പക്ഷേ ഇമോഷണൽ വൈസ് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളുടെ ക്ലയൻസുമായിട്ടെങ്കിൽ, അങ്ങനത്തെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു പാർട്ട്ണറായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഹാർട്ട് ടേക്ക് ആൻഡ് ലോസ് ആണ് വന്നത്. സോ and 33 is a number. Oh my goodness, this is divinely guided. Okay, ഈ വരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഡിവൈൻലി ഗൈഡഡ് ആണ് നിങ്ങൾക്ക്. ബിസിനസ് പരമായി നേരത്തെയും പാർട്ട്നേഴ്സുമായിട്ടുള്ള കൊലാബറേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ആൻഡ് ആ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ബിട്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വരുന്ന പാർട്ട്ണർ അങ്ങനെയല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം. ബിക്കോസ് ഡിവൈൻലി ഗൈഡഡ് ആണ്. 33 എന്ന നമ്പറാണ്. സോ ഡിവൈൻലി ഗൈഡഡ് ആസ് വെൽ ആസ് നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ടും ആൻഡ് നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കരിയറിൽ ഉയർച്ച കൊണ്ടുവരുന്ന ഒരു പാർട്ട്ണറാണ്. ഓക്കെ, നൗ ദോസ് ഹു ആർ നോട്ട് ലുക്കിംഗ് ഫോർ എനിത്തിങ് റിലേറ്റഡ് ടു കരിയർ, ഓക്കെ, കരിയർ ഓർ ബിസിനസ് നോക്കാതെ നിങ്ങളുടെ ലൈഫിലൊരു പാർട്ട്ണർ, ഓക്കെ, അത് ലവ് റിലേഷൻഷിപ്പ് ആകാം, ഫ്രണ്ട്ഷിപ്പ് ആകാം, ഓർ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആകാം. ഓക്കെ, അങ്ങനെ നോക്കുന്ന പ്രേക്ഷകർക്കും നിങ്ങൾക്കുണ്ടായ അനുഭവം, ഏത് ഹാർട്ട് ടേക്ക്, ഏത് ലോസ് ആണോ നിങ്ങൾക്ക് ഉണ്ടായത്, അതിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാം. പക്ഷേ പാർട്ട്നേഴ്സ് വരുമ്പോൾ there will be more than one. ഓക്കെ, more than one choices ചില പ്രേക്ഷകർക്ക് വരാം. സോ ശ്രദ്ധിച്ച് നിങ്ങൾ ചോയ്സ് എടുക്കുക. ആൻഡ് എടുക്കുന്ന ചോയ്സ്, ആ വരുന്ന പാർട്ട്ണർ നിങ്ങളെ വളരെയധികം നിങ്ങളുടെ ഹാർട്ട് ടേക്ക്, നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്ന് വെളിയിൽ ഇറക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫ് ലോങ് പാർട്ട്ണർ ആകാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും ആ പാർട്ട്ണറിൽ ഉണ്ട്. ഓക്കെ, എന്നാൽ പോലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഓക്കെ, പെർട്ടിക്കുലർലി റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾ ഒരു പാർട്ട്ണർ ആണ് നോക്കുന്നെങ്കിൽ റെഡ് ഫ്ലാഗ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡെഫിനറ്റ്ലി നോക്കി മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഈ ഒരു ന്യൂസ് ആണ് പ്രേക്ഷകർക്ക് കിട്ടുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ആണ് വരുന്നത്. ചിലർക്ക് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പോകുകയാണ്. ചില പ്രേക്ഷകർക്ക് ഇത് വളരെ സർപ്രൈസ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് നടക്കുമെന്നുള്ള ഒരു ഒരു what to say, പെട്ടെന്ന് ഈ കാര്യം നടക്കുമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് പെട്ടെന്നായിരിക്കും ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എന്ത് ന്യൂസാണ് പ്രേക്ഷകർക്ക് പെട്ടെന്ന് കിട്ടാൻ പോകുന്നത്? ഏത് ന്യൂസ്? ഷുഡ് ഐ സേ സംതിങ് എൽസ്? ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ഐ ഫീൽ 369 ടെക്നീക്ക് ചെയ്യുന്ന പ്രേക്ഷകർ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ ദാറ്റ് ഈസ് ഈ 369 ടെക്നിക് വെച്ച് ഏത് വിഷാണോ ചോദിച്ചിരിക്കുന്നത് അതാണ് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ചില പ്രേക്ഷകർക്ക്
നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് ആകും, ദാറ്റ് ഇസ് ഫോർ ഷുവർ. പക്ഷെ അതൊരു സ്പിരിച്വലി കണക്റ്റഡ് വിഷ് ഫുൾഫിൽമെൻറ്റ് കൂടിയായിരിക്കും. ദാറ്റ് ഈസ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഈ ഒരു വിഷ്, ഇതിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, സോ സ്പിരിച്വലി ഓൾസോ നിങ്ങൾ ഗ്രോ ചെയ്യും, നിങ്ങൾക്ക് പല കാര്യങ്ങൾ മനസ്സിലാകും. ആൻഡ് എന്നീ വിഷ് വരുന്നു അന്ന് മുതൽ നിങ്ങളുടെ പെർസ്പെക്ഷൻ, ഓക്കെ, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആകാൻ പോകുകയാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഹ്യൂജ്. ആസ് വെൽ ഗുപ്ത് നവരാത്ര വരെയാണ്, റൈറ്റ്? സോ ഐ തിങ്ക് ഗുപ്ത് നവരാത്ര ഫോളോ ചെയ്യുന്നവർ, അല്ലെങ്കിൽ മാനിക്കുന്നവർ, അല്ലെങ്കിൽ വിഷ് ഫുൾഫിൽമെൻറ്റ് റിച്വൽസ് ചെയ്യുന്നവർ, നിങ്ങൾക്ക് ഈ നവരാത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ കോക്കനട്ട് വെച്ച്, ദാറ്റ് ഈസ് തേങ്ങ ഏതെങ്കിലും ഒരു ദേവാലയങ്ങളിൽ സമർപ്പിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷ് നിങ്ങൾ നടക്കാൻ പോകുകയാണ്. ഓക്കെ, എന്ത് ന്യൂസ് ആണ് പ്രേക്ഷകർക്ക് വരുന്നത്? ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, ഹോം റിലേറ്റഡ് ന്യൂസ് വരുന്നുണ്ട്. സോ പ്രേക്ഷകർ പുതിയ വീട് പണിയാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ വീട് മാറാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലോ, റെൻറ്റിൽ താമസിക്കുന്നവരാണ്, നിങ്ങൾ പുതിയൊരു വീട് നോക്കുന്നുണ്ടായിരുന്നെങ്കിലോ നിങ്ങൾക്ക് ആ ന്യൂസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറെ കാലമായിട്ട് ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങൾ വരുന്നുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങൾ മാറിപ്പോകുന്നതാണ്. പെട്ടെന്ന് തന്നെ ഒരു കാര്യം തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ ഷോപ്പ് റിലേറ്റഡ്, ദാറ്റ് മീൻസ് നിങ്ങളുടെ സ്വന്തം ബിസിനസ് തുടങ്ങാനോ, അല്ലെങ്കിൽ ഒരു പുതിയ ഷോപ്പ് വാങ്ങിക്കാനോ, എനിത്തിങ് റിലേറ്റഡ് ടു ബൈയിങ് ഓർ ഗെറ്റിംഗ്, ഓക്കെ, ആ വിഷ് നിങ്ങളുടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. 94 എന്ന നമ്പർ എപ്പോഴും കാണുന്ന പ്രേക്ഷകർ, ഓക്കെ, ആ പ്രേക്ഷകരുടെ വിഷസ് ആണ് ഫുൾഫിൽ ആകുന്നത്. സ്പിരിച്വൽ സ്ട്രെങ്ത്, ആസ് ഐ സെഡ്, ഈ വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ നടക്കുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് കൂടിയാണ്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്കൊപ്പമുണ്ട്. സോ ഇവിടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കൂ എന്താണ് നിങ്ങളിവിടെ പഠിക്കാൻ പോകുന്നത്. ബിക്കോസ് ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ആൻഡ് ഇഫ് നിങ്ങൾ ലൈഫ് കോച്ചസ് ആണ്, റീഡേഴ്സ് ഓർ ഹീലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലയൻസിനും അത് പറഞ്ഞു കൊടുക്കാൻ പോകുകയാണ്. ഓക്കെ, ഐ തിങ്ക് ഐ എം ഗോയിങ് വിത്ത് ദിസ് കാർഡ്. ഈ ഡെക്ക് 1-2 കാർഡ്സ് മാത്രം എടുക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് നൗ ഐ ഫീൽ ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് ഹോൾ ഡെക്ക്. വിഷസ്, എന്ത് ന്യൂസ് ആണ് പ്രേക്ഷകർക്ക് വരാൻ പോകുന്നത്? വിസ്ഡം. സോ എന്ത് ഈ കാർഡ് പറഞ്ഞോ അത് തന്നെയാണ് കൺഫർമേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വിസ്ഡം ആണ് വളരാൻ പോകുന്നത്. ഓക്കെ, സോ ഐ ഫീൽ ചില പ്രേക്ഷകർക്ക്, ഓക്കെ, എല്ലാവർക്കുമല്ല, വളരെ കുറച്ച് പ്രേക്ഷകർക്ക്, ലൈക്ക് 4 to 5% ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ 4 to 5% പ്രേക്ഷകർക്ക് ഈ വിഷ് നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷ് അല്ല, വളരെ പുരാതന ഒരു വിഷാണ്. ദാറ്റ് ഈസ് പണ്ടെന്നോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ ഒരു ആഗ്രഹം, ഓക്കെ, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകാം. ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. ആൻഡ് ചിലപ്പോൾ ഈ വിഷ് നടക്കുമ്പോൾ നിങ്ങൾ അറിയും കൂടിയില്ല, ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ദാറ്റ് ഞാനിത് ആഗ്രഹിച്ചിരുന്നു. ബട്ട് ക്രമേണ മൈറ്റ് ബി വിത്തിൻ 5 days, ഓക്കെ, നിങ്ങളുടെ ഈ വിഷ് നടന്നു കഴിഞ്ഞു. വിത്തിൻ 5 days നിങ്ങൾക്ക് ഓർമ്മ വരും, യെസ്, ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു വിഷ് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, സോ അവിടെയും ഒരു നിങ്ങളുടെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് കൂട്ടുകയാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ്. എഗെയിൻ 99 എന്ന് കാണുന്ന പ്രേക്ഷകർക്കൊരു വിഷ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ഒരു ഇഷ്യൂ, ഓക്കെ, കംപ്ലീഷനിൽ വരികയാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി പോകും. ആ പാറ്റേൺ ഇനി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, one more card please. What is the news coming? Okay, 1, so 2 cards. Suffering in silence, patience and planning. Okay, now ഏത് പ്രേക്ഷകർ, ഓക്കെ, നിങ്ങൾക്ക് ഏറെ വിഷസ്, ഏറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറെ തോൽവികൾ അനുഭവിച്ചു.
ഓക്കെ. നിങ്ങളുടെ വേദനകൾ പറയാൻ നിങ്ങൾക്ക് ആരും അടുത്തുണ്ടായിരുന്നില്ല, വളരെ ലോൺലി. ഓക്കെ. പറയാൻ കൂടി ആരും ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് നിങ്ങളുടെ അടുത്ത് ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല, റിലേറ്റീവ്സ് എന്ന് പറയാൻ ആരുമില്ല. കൂട്ടത്തിൽ കുറേ ആൾക്കാർ ഉണ്ടാകും, പക്ഷെ അവരോട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റാതെ പോയ ഓക്കെ ആ ഒരു അവസ്ഥയിലുള്ള പ്രേക്ഷകർക്ക് നിങ്ങൾ കൊടുത്ത പേഷ്യൻസ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിന് ഓക്കെ നിങ്ങൾ കൊടുത്ത സമാധാനം, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളൊപ്പം നിന്നു നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, വേറെ ആരുമില്ലാത്തപ്പോൾ. ഓക്കെ, ഒറ്റയ്ക്ക് നിങ്ങൾ നിന്നു, നിങ്ങളുടെ ധൈര്യം നിങ്ങൾ സംരക്ഷിച്ചു. ഓക്കെ, അതിനുള്ള ഒരു റിവാർഡ് നിങ്ങൾക്ക് വരുന്നുണ്ട് വിത്തിൻ 7 days. സോ നോക്കൂ. ഓക്കെ, എന്നീ റീഡിങ് നിങ്ങൾ കാണുന്നു. ഫ്രം ദാറ്റ് മൂമെൻറ്റ് 7 hours, 7 days ഓർ 7 weeksനുള്ളിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം? അത് ചെറിയ മാറ്റമാകാം, വലിയൊരു മാറ്റമാകാം. പക്ഷെ ആ മാറ്റം നിങ്ങളുടെ ഈ ലോൺലിനെസ് മാറ്റിത്തരും. ഓക്കെ, ഈവൻ തോ നിങ്ങൾക്കൊപ്പം കൂട്ടുകാർ കാണില്ല. ഓക്കെ, യുനോ നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഒരാൾ കാണില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ലോൺലിനെസ് ഫീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. ഓക്കെ, സോ അതെന്താണെന്നൊന്ന് ശ്രദ്ധിക്കുക. All right, so yeah, I think I'll stop here because ഒരു ന്യൂസ് ആണ് എടുക്കാൻ പോയത്. I think we got 3-4 ന്യൂസസ്. ഓക്കെ, സോ ഓരോ പ്രേക്ഷകർക്ക് ഓരോന്നാണ്. ചില പ്രേക്ഷകർക്ക് ഇത് 1 by 1 നടക്കുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് ഏഞ്ചലിക് അഡ്വൈസ്. ഓക്കെ, ഏഞ്ചലിക് അഡ്വൈസ് നമുക്ക് എടുക്കാം. എന്താണ് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏഞ്ചൽസ്? Please give me 1 card. 2 cards. So 2 22 അല്ലെങ്കിൽ നോ എനിത്തിങ് റിലേറ്റഡ് ടു 2 നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. യു ആർ റെഡി. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വരാനുള്ള കാര്യം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു. അത് നിങ്ങളുടെ അടുത്ത് വരുന്നത് ബിക്കോസ് നിങ്ങൾ റെഡിയാണ്. ഓൾ റൈറ്റ്, ആൻഡ് ഇയർ ഫ്രം നൗ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് വലിയൊരു വിഷാണ് നിങ്ങളുടെ. അത് ഈ വീഡിയോ എന്ന് നിങ്ങൾ കാണുന്നു, വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ ആ കാര്യം നിങ്ങളുടെ നടന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഐ എം റിയലി ഫീലിംഗ് റെജുവിനേറ്റഡ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു റീഡിങ്. ബിക്കോസ് ഈ റീഡിങ് ഞാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല. ഞാൻ റീഡിങ് ഇവിടെ ഇരിക്കുമ്പോൾ എന്താണ് ടോപ്പിക് എടുക്കേണ്ടത് എന്ന് ഗൈഡ്സിനോട് ചോദിച്ചപ്പോൾ ഫാസ്റ്റസ്റ്റ് ന്യൂസ് എന്ന് ആണ് വന്നത്. ഓക്കെ, ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഏറെ പ്രേക്ഷകരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കുകയാണ്. സ്പിരിച്വൽ സ്ട്രെങ്ത്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് സ്ട്രോങ്ലി നിങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഓക്കെ പലയിടത്തും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയാണ് കാണിച്ചിരിക്കുന്നത്. ഇഫ് യു ലുക്ക് ഹിയർ, ഹാർട്ടേക്ക് ആൻഡ് ലോസ്, സഫറിങ് ഇൻ സൈലൻസ്. ഓക്കെ, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്. പേഷ്യൻസ് വെക്കുക ഈസ് നോട്ട് ഈസി. ഓക്കെ, വർഷങ്ങളോളം നിങ്ങൾ പേഷ്യൻസിലിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പേഷ്യൻ്റ്ലി ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് റിവാർഡ്സ് ഇല്ല, റിസൾട്ട് ഇല്ല, പോസിറ്റിവിറ്റി ഇല്ല, എന്നാൽ പോലും നിങ്ങളത് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നിങ്ങൾ വളരെ കറേജിയസ് ആണ്. ഓക്കെ, ഏത് പ്രേക്ഷകർക്ക് തോന്നുന്നു ദാറ്റ് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇല്ല, ഏത് പ്രേക്ഷകർക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ധൈര്യമില്ല, ഐ ആം ടെല്ലിങ് യു, നിങ്ങൾക്ക് ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഇത്രയും പേഷ്യൻസ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അതിനെ അക്നോളജ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ കോൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ടേക്ക് ദാറ്റ് വേർഡ്. ഓക്കെ, ആ അക്നോളജ്മെൻറ്റിനെ അംഗീകരിക്കൂ. ബിക്കോസ് നിങ്ങളുടെ പെയിൻ ഓക്കെ വാട്ട് എവർ ഇറ്റ് മേ ബി, എന്ത് റിലേറ്റഡ് ആണോ ആ വിഷമത്തിൻ്റെ ഒരു ഘടകം കുറയ്ക്കാനുള്ള ഒരു ന്യൂസാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. ആൻഡ് ഐ ടോട്ടലി ബിലീവ് ദാറ്റ് ഈ വരുന്ന ന്യൂസ്, ഈവൻ തോ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും, ഈവൻ തോ നിങ്ങളുടെ കൂടെ ആരുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, പക്ഷേ നിങ്ങൾക്കൊരു തോന്നൽ മാറിക്കിട്ടും ദാറ്റ് നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളത്. ഓക്കെ, സോ ഇത് ഏത് പ്രേക്ഷകർക്കാണോ ഈ ഒരു സഫറിങ് ഇൻ സൈലൻസിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്, ആൻഡ് ഞാൻ പറഞ്ഞ കാര്യം നടന്നു കഴിയുമ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഓക്കെ ഇതേ വീഡിയോയിൽ വന്നിട്ട്
കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി ഒന്ന് എഴുതി അറിയിക്കണം. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ട്, എന്താണ് നിങ്ങൾക്ക് കിട്ടിയേ, അതിലൂടെ നിങ്ങൾക്ക് എന്ത് മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റി. ഓക്കെ, ബിക്കോസ് ഇത് പല പ്രേക്ഷകർക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോസ് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഷോർട്സ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഷോർട്സിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചാനൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. Okay, and that's it. So see you in my next video. Bye.